അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് 5 ഇയർ പ്ലാൻസ്. എന്താ 5 ഇയർ പ്ലാൻസ്? പഞ്ചവത്സര പദ്ധതികൾ. സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട ആശയമാണ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു. 5 വർഷത്തേക്ക് ഇന്ത്യ ഓരോ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതി ആവിഷ്കരിച്ചു. ഇതാണ് പഞ്ചവത്സര പദ്ധതി. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, തേർഡ് 5 ഇയർ പ്ലാൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പഠിക്കാനില്ല, അത് നിങ്ങൾ എക്കണോമിക്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെ നമുക്ക് 3 പഞ്ചവത്സര പദ്ധതികളുമായി എത്തി. ഇനി അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്ന കാലഘട്ടം തന്നെയാണ്. ആ തേർഡ് പഞ്ചവത്സര പദ്ധതിയൊക്കെ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടം. അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ വ്യവസായങ്ങൾക്ക്, ഇൻഡസ്ട്രീസിന്, പ്രത്യേകിച്ച് ഖനവ്യവസായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിനുശേഷം തേർഡ് 5 ഇയർ പ്ലാൻ സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് രണ്ടിനും പ്രാധാന്യം കൊടുത്തു. അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് രൂപപ്പെട്ടത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇന്ത്യയിൽ എന്തിന് കാരണമായി? ഭക്ഷ്യ പ്രതിസന്ധി അല്ലെങ്കിൽ ഫുഡ് ക്രൈസിസിന് കാരണമായി. ഓർക്കണം, ഇന്ത്യയിൽ എന്തിന് കാരണമായി? ഭക്ഷ്യ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഫുഡ് ക്രൈസിസിന് കാരണമായി. എന്താണ് ഇന്ത്യയുടെ ഫുഡ് ക്രൈസിസിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം? ഈ ഫുഡ് ക്രൈസിസ് ഉണ്ടായത് ഏത് സമയത്താണെന്ന് അറിയാമോ? 60കളുടെ തുടക്കത്തിൽ ഇത് രൂക്ഷമായി. ബിഗിനിങ് ഓഫ് 1960s, എന്തിൻ്റെ തുടക്കത്തിൽ? 1960കളുടെ തുടക്കത്തിൽ ഇന്ത്യ ഫേസ്ഡ് എ സീരിയസ് പ്രോബ്ലം. ഇന്ത്യ എന്ത് ഫേസ് ചെയ്തു? വലിയ സീരിയസ് ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്തു. അതിലൊന്നാമത്തെ ഒരു പ്രശ്നമായിരുന്നു ഫുഡ് ക്രൈസിസ്. ഭക്ഷ്യ പ്രതിസന്ധി ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യ നേരിട്ട ക്രൈസിസ്. അതിൽ തന്നെ 1965 ഒരു 67 കാലഘട്ടത്തിൽ ഭക്ഷ്യ പ്രതിസന്ധി അല്ലെങ്കിൽ ഫുഡ് ക്രൈസിസ് രൂക്ഷമായി. ആഹാര സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചു. അത് മാത്രമല്ല, ആഹാര സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥയും ഇന്ത്യയിൽ രൂപപ്പെട്ടു. ഇന്ത്യയിൽ ആഹാര സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥ. നമുക്കറിയാം, ഇന്ത്യ ജനസംഖ്യ വളരെ കൂടിയ രാജ്യമാണ്. പോപ്പുലേഷനിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഫുഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുവാൻ ഗവൺമെൻറ് പരാജയപ്പെട്ടു. അടുത്ത ഫുഡ് ക്രൈസിസ് രൂപപ്പെട്ടു. അതിനുള്ള പ്രധാന കാരണം ഈ 60s ഇത്രയേറെ ഫുഡ് ക്രൈസിസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് കാലാവസ്ഥയിലുണ്ടായ പ്രശ്നമായിരുന്നു. കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കടുത്ത വരൾച്ച ഉണ്ടാകുന്നു. ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? ഇന്ത്യയുടെ ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. അത് മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ യുദ്ധവും അതുപോലെ തന്നെ ചൈനയുമായിട്ടുണ്ടായ യുദ്ധവും ആരുടെ സാമ്പത്തിക മേഖലയെ തകർത്തു? ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ തകർത്തു. സാമ്പത്തിക മേഖലയ്ക്കുണ്ടായ തകർച്ച കാർഷിക മേഖലയെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇത് ഭക്ഷ്യ ദൗർലഭ്യം നേരിടുന്നതിന് കാരണമായി. അപ്പോൾ ഭക്ഷ്യ ദൗർലഭ്യം നേരിടുന്നതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം, നേരിട്ടതിന് പിന്നിലുള്ള പ്രധാന കാരണം ഒന്ന് യുദ്ധങ്ങളായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിലും യുദ്ധം നടന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഖജനാവിലെ പൈസ കൂടുതൽ എവിടേക്ക് ചെലവഴിക്കേണ്ടി വരും? യുദ്ധത്തിലേക്ക്, യുദ്ധരംഗത്തേക്ക് അല്ലെങ്കിൽ വാറിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അത് സാമ്പത്തികമായിട്ട് ഇന്ത്യയെ പിന്നോട്ടടിച്ചു. രണ്ടാമത്തത് കാലാവസ്ഥയിലെ മാറ്റം, ക്ലൈമറ്റിക്കൽ ചേഞ്ചസ്, അല്ലയോ? കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെ മാറ്റങ്ങളാണ്? കടുത്ത എന്തുണ്ടായി? വരൾച്ച ഉണ്ടായി, ഡ്രോട്ട് ആൻഡ് ഫ്ലഡ്, വെള്ളപ്പൊക്കവും ഉണ്ടായി. മഴയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിന്നെ വെള്ളപ്പൊക്കമായിരിക്കും, തുടർച്ചയായിട്ട് മഴ, കൃഷി കംപ്ലീറ്റ് നശിക്കും. മഴയൊക്കെ മാറി എന്ത് ചെയ്യുന്നു? പിന്നീട് കൃഷിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴായിരിക്കും പിന്നെ മഴയില്ലാത്ത അവസ്ഥ, ഡ്രോട്ട്, വരൾച്ച ഉണ്ടാകുന്നു, വെള്ളമില്ല, കംപ്ലീറ്റ് വിളകളും കരിഞ്ഞ് നശിച്ചു, വെള്ളമില്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥ. അങ്ങനെ ഫുഡ് ക്രൈസിസ് ഇന്ത്യയിൽ രൂക്ഷമായി. ഈ ഭക്ഷ്യ പ്രതിസന്ധി അല്ലെങ്കിൽ ഫുഡ് ക്രൈസിസ് ഏറ്റവും രൂക്ഷമായത് ബീഹാറിലായിരുന്നു. ഏത് സ്റ്റേറ്റിലായിരുന്നു?
ബീഹാറിലായിരുന്നു ഈ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായത്. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്താം. ബീഹാറിലെന്ന് പറഞ്ഞാൽ അന്ന് സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ പലരും വളരെയേറെ ബുദ്ധിമുട്ടി. പൈസ ഉള്ളവർക്ക് പോലും ഇത് ലഭ്യമാകാത്ത ഒരവസ്ഥയുണ്ടായി. സാധനങ്ങളുടെ വിലക്കയറ്റവും രൂക്ഷമായി. ബീഹാറിൽ സ്ഥിതിഗതികൾ വളരെ വഷളായി. ഇത് മറ്റ് സംസ്ഥാനങ്ങളെയും ബാധിക്കും എന്ന ഒരവസ്ഥയിലേക്ക് വന്നു. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ബാധിച്ചുവെങ്കിലും രൂക്ഷമായി ബാധിച്ചത് ആരെയായിരുന്നു? ബീഹാറിനെ ആയിരുന്നു. ഇത് കടുത്ത പ്രതിസന്ധിക്ക് കാരണമായി. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് എത്താം. ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1960കളിൽ ഇന്ത്യയിൽ കടുത്ത ഭക്ഷ്യപ്രതിസന്ധി രൂപപ്പെട്ടു. ഈ ഭക്ഷ്യപ്രതിസന്ധി രൂപപ്പെടാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യുദ്ധവും അതുപോലെ തന്നെ വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ ഭക്ഷ്യപ്രതിസന്ധി രൂപപ്പെടാനുള്ള കാരണങ്ങളായിരുന്നു. ഇനി ഈ ഭക്ഷ്യപ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ആഹാര സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അത് ഇന്ത്യ എങ്ങനെയാണ് ബാധിച്ചത്? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ റിസൾട്ട്സ് എന്നോ ഒക്കെ ചോദിക്കാം. അതിൻ്റെ കോൺസിക്വൻസസ് എന്നോ റിസൾട്ട്സ് എന്നോ ചോദിക്കാം. 1960s ഫുഡ് ക്രൈസിസിൻ്റെ കോൺസിക്വൻസ് ചോദിച്ചാലോ റിസൾട്ട്സ് ചോദിച്ചാലോ ഇത് തന്നെയാണ് എഴുതാനുള്ളത്. ഒന്നാമത്, ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന ആഹാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വീറ്റും റൈസുമാണ്. ഗോതമ്പും എന്തുമാണ്? അരിയുമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഹാരം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും എന്താണ് ഉപയോഗിക്കുന്നത്? വീറ്റ്, ഗോതമ്പാണ് ആശ്രയിക്കുന്നത്. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഗോതമ്പിനെയാണ് പ്രധാനമായിട്ടും ആഹാരമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗോതമ്പിൻ്റെ ദൗർലഭ്യം രൂക്ഷമായതിനെ തുടർന്ന് വളരെയേറെ ബുദ്ധിമുട്ടി. ഈ സമയത്ത് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യേണ്ടി വന്നു? ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. പ്രത്യേകിച്ച് അമേരിക്കയൊക്കെയാണ് ഇന്ത്യ അന്ന് ഏറെ ആശ്രയിച്ചത്. അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഗോതമ്പുമായിട്ട് വരുന്ന കപ്പലുകളെ നോക്കി ആര് കാത്തിരിക്കേണ്ട അവസ്ഥ? ഇന്ത്യക്കാർ കാത്തിരിക്കേണ്ട അവസ്ഥ. ഏറ്റവും മോശപ്പെട്ട സാധനമൊക്കെ ആയിരിക്കും അവർ കയറ്റി അയക്കുന്നത്. മനസ്സിലായില്ലോ? അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ആ ഗോതമ്പ് ലഭ്യമാകാൻ വേണ്ടി നമ്മൾ വളരെയേറെ എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ടി കാത്തിരിക്കുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ പുരോഗതിയിലേക്ക് എത്തും. ഭക്ഷ്യമേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുമെന്ന് വിചാരിച്ച രാജ്യത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് രൂപപ്പെട്ടു. ഓക്കെ, ഇത് മാത്രമല്ല, ആസൂത്രണ പ്രക്രിയ നമുക്കറിയാം. പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാനിൽ പറഞ്ഞു. ഓരോ 5 വർഷം ഓരോ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. അഗ്രികൾച്ചറിന്, ഇൻഡസ്ട്രിക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഇന്ത്യയെ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കാൻ ഈ പറഞ്ഞ പ്ലാനിങ്ങിന്, ആസൂത്രണത്തിന് കഴിയും. ഈ ശുഭാപ്തി വിശ്വാസം തന്നെ ഇല്ലാതായി. ഇനി ഒരിക്കലും സാമ്പത്തികമായിട്ട് ഇന്ത്യ മെച്ചപ്പെടില്ല. കാരണം ആഹാര സാധനം കിട്ടാനില്ലാത്ത അവസ്ഥ വന്നാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ പിന്നീട് ദയനീയമായിരിക്കും. അതിൽ നിന്നും കരകയറുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റ് മേഖലകളൊക്കെ തകർന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാലതാമസം എടുത്താലും ഡെവലപ്പ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ആഹാരം എന്ന് പറയുന്നത്. ആഹാരം ഇല്ലാതിരുന്നാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ജീവൻ നിലനിർത്താൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ലഭ്യമാകാൻ ഒരു രാജ്യത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ആ രാജ്യത്തിന് ഉന്നതിയിലേക്ക് എത്താൻ, മറ്റ് വികസന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ആദ്യം ആഹാരം ലഭ്യമാക്കണം, പിന്നീടല്ലേ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി ആവിഷ്കരിച്ച പ്ലാനിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ആസൂത്രണ പ്രക്രിയ എന്ത് ചെയ്തു? അതിൽ ഉള്ള ശുഭാപ്തി വിശ്വാസം പലർക്കും നഷ്ടമായി. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് തന്നെ ക്ഷതം സംഭവിച്ചു, അല്ലയോ? ഇന്ത്യ എന്ത് ചെയ്തു? ചേരിചേരാ നയമൊക്കെ രൂപീകരിച്ച് നിന്ന ഇന്ത്യക്ക്, നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ഒക്കെ രൂപീകരിച്ച് നിന്ന ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. പലപ്പോഴും നമുക്ക് ആഹാരത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. ഓക്കെ, ഇത് വലിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യയിലെ നേതാക്കന്മാർ ആലോചിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് സീരിയസ് ആയി ഇതിനെക്കുറിച്ച് ആലോചിച്ചത്, അല്ലയോ? ഇതിന് ഒരു പ്രതിവിധി എങ്ങനെ കണ്ടെത്തും? ആഹാര കാര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത വേണം. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത നേടുകയായിരുന്നു അടുത്ത ഇന്ത്യയുടെ ലക്ഷ്യം. വേറെ ഒന്നിനും പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഭക്ഷ്യധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് പ്രാധാന്യം കൊടുക്കുക.
ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി തന്നെ ഇന്ത്യ ഗവൺമെന്റ് രൂപപ്പെടുത്തി. ഇത് ഹരിത വിപ്ലവം എന്ന പേരിൽ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ, ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ എന്തിന് കാരണമായി? ഹരിത വിപ്ലവത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ആലോചിച്ചു. അന്ന് എന്ത് ചെയ്തു? ഇന്ത്യ ഗവൺമെന്റ് പലതരത്തിലുള്ള ചർച്ചകളും പല കാർഷിക ശാസ്ത്രജ്ഞന്മാരുമായിട്ട് നടത്തി. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു, ഇന്ത്യയിൽ ആവശ്യം പോലെ കൃഷിഭൂമിയുണ്ട്, പക്ഷെ പലപ്പോഴും കൃഷി നഷ്ടത്തിലാണ് കലാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും കൃഷി ചെയ്യാൻ തയ്യാറാകുന്നില്ല. കർഷകർ കൃഷിയിൽ നിന്നും പിന്നോട്ട് പോകുന്നു. കർഷകർ കൂടുതലും കടക്കിണിയിലായി അവർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഇതിൽ നിന്നൊരു പരിഹാരം കാണാം. കൃഷിയെ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിക്കണം. അതിനുവേണ്ടി ഒരു പദ്ധതി തന്നെ രൂപപ്പെടുത്തി. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കണക്ക് കൂട്ടി ഇതിനൊരു പരിഹാരം കാണണം. ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം തന്നെ ഗരീബി ഹഠാവോ എന്നായിരുന്നു. എന്താണ് ഗരീബി ഹഠാവോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പൊ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഭക്ഷ്യ പ്രതിസന്ധി ഇല്ലാതാകണം. എല്ലാവർക്കും ആഹാര സാധനങ്ങൾ ലഭ്യമാകണം. അതിന് കാർഷിക മേഖല പുരോഗതി കൈവരിക്കണം. അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അല്ലാതെ മറ്റു രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നാൽ അവരാഹാരം തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പദ്ധതി ആരംഭിച്ചു. ഇത് ഹരിത വിപ്ലവത്തിന് കാരണമായി അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷന് കാരണമായി. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എഴുതുന്നു, എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുന്നു. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? കാർഷിക മേഖലയിൽ ഉണ്ടായ ഉൽപാദന വർധനവിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രീൻ റവല്യൂഷൻ. റാപ്പിഡ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ റാപ്പിഡ് ഇൻക്രീസ്. എന്താ റാപ്പിഡ് ഇൻക്രീസ്? വൻപിച്ച വളർച്ച, അല്ലയോ? കാർഷിക മേഖലയിൽ ഉണ്ടായ വൻപിച്ച വളർച്ചയാണ്, പുരോഗതിയാണ് ഏത് പേരിൽ വിളിക്കുന്നത്? ഗ്രീൻ റവല്യൂഷൻ. എങ്ങനെയാണ് ഗ്രീൻ റവല്യൂഷനിലേക്ക് എത്തിയത്? ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്തു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് രാജ്യവ്യാപകമായിട്ട് എല്ലാ കർഷകരോടും ആവശ്യപ്പെട്ടു, നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഞങ്ങൾ തന്നെ വിതരണം ചെയ്യും. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യും, ഗവൺമെന്റ് വിതരണം ചെയ്യും. അത് മാത്രമല്ല, വിത്ത് മാത്രം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ രാസവളങ്ങൾ, വളങ്ങൾക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കീടനാശിനികൾ, ഫെർട്ടിലൈസേഴ്സ്, ഇതിനൊക്കെ എന്തു കുറച്ചു? വില കുറച്ചു. വളങ്ങൾക്കും അതുപോലെ തന്നെ കീടനാശിനികൾക്കെല്ലാം വില കുറച്ചു. ഇത് കൂടാതെ ഗവൺമെന്റ് ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചു. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കൃഷി ചെയ്യുന്നതിന് വെള്ളം എത്തിക്കുന്നതിനുള്ള ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ആരംഭിച്ചു. ഇത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകി. ഇത് കൂടാതെ ഒരു ഉറപ്പും കൂടെ ഗവൺമെന്റ് നൽകി. എന്തുറപ്പാണ്? നിങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി വില കിട്ടില്ല. അപ്പൊ എല്ലാവർക്കും സംശയം തോന്നി. എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ രാജ്യത്ത് ഉൽപാദനം കൂടും. അപ്പൊ എല്ലാവരും ഒരേ സാധനം തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ സാധനത്തിന് വില കുറയും, ആവശ്യക്കാരില്ലാതെ വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഗോതമ്പ് ആവശ്യം പോലെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആർക്കും വേണ്ടാതെ വരും, അധികമായിട്ട് വരും. അപ്പൊ അതിന് വില കുറയുമോ എന്ന ഭയം വന്നു. ഗവൺമെന്റ് പറഞ്ഞു, ഇന്ദിരാഗാന്ധി ഉറപ്പ് നൽകി, നിശ്ചിത വിലയ്ക്ക് ആര് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാം? ഗവൺമെന്റ് തന്നെ എടുത്തുകൊള്ളാം. നിങ്ങൾ ധൈര്യമായിട്ട് കൃഷി ചെയ്തു കൊള്ളുക. നിങ്ങൾക്ക് നിശ്ചിത തുകയ്ക്ക്, നഷ്ടം വരാതെ ഒരു നിശ്ചിത തുകയും ഗവൺമെന്റ് നിർണയിച്ചു. ആ വിലയ്ക്ക് അതിൽ താഴ്ന്ന് നിങ്ങൾക്ക് ആർക്കും വിൽക്കേണ്ടി വരില്ല. ആ നിശ്ചിത വിലയ്ക്ക് ആര് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു കൊള്ളാം? ഗവൺമെന്റ് സംഭരിച്ചു കൊള്ളാം. ഇതും കൂടെ ആയപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഉണർവ് വന്നു. സകല കൃഷിഭൂമിയിലും ഇന്ത്യയിൽ എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു. എല്ലാവരും കൃഷി ആരംഭിച്ചു. കാരണം കൃഷിക്ക് സബ്സിഡി, എല്ലാ ബാങ്കുകളോടും കാർഷിക വായ്പകൾ, പലിശരഹിത വായ്പകൾ വരെ കൊടുക്കാൻ പറഞ്ഞു. തുച്ഛമായ പലിശയ്ക്ക്, ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ പലിശ കൊടുക്കാൻ പറഞ്ഞു. ചില ആവശ്യങ്ങൾക്ക്, ചില കൃഷിക്കൊക്കെ എന്തില്ലാതെ വരെ പലിശ ഇല്ലാതെ വരെ എന്ത് കൊടുത്തു? ലോണുകൾ കൊടുത്തു. അങ്ങനെ കാർഷിക മേഖല
തഴച്ചു വളർന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയുടെ ഫുഡ് ക്രോപ്സിന്റെ ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യയിലെ എന്തിന്റെ ഉൽപാദനമാണ് വർദ്ധിച്ചത്? ഫുഡ് ക്രോപ്സിന്റെ ഉൽപാദനം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഓക്കെ, ഇതൊരു വലിയ റാപ്പിഡ് ഇൻക്രീസ് ആയിരുന്നു. വലിയ തരത്തിലുള്ള, ഇത് പതുക്കെ ഉണ്ടായൊരു മാറ്റമല്ല. എങ്ങനെയുള്ളതായിരുന്നു? റാപ്പിഡ് ഇൻക്രീസ്. ഇത് വൻതോതിൽ വളരെ വേഗത്തിൽ സംഭവിച്ച ഒരു മാറ്റമായിരുന്നു. ഓക്കെ, ഇതിന്റെ ഫലമായിട്ട് രാജ്യവ്യാപകമായി ഉൽപാദനം വർദ്ധിച്ചു. ഉൽപാദനം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ തന്നെ ലഭ്യമായി? ഇന്ത്യയിൽ തന്നെ ലഭ്യമായി. നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. രാജ്യത്ത് ഒരു സ്ഥലത്തും ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ എന്തില്ല? ബുദ്ധിമുട്ടില്ല, ദൗർലഭ്യമില്ല. ഓക്കെ, അങ്ങനെ ഗ്രീൻ റവല്യൂഷൻ സക്സസ്ഫുൾ ആയി. എന്തിലൂടെ? ഗ്രീൻ റവല്യൂഷനിലൂടെ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. ഇന്ത്യയിലെ അഗ്രികൾച്ചർ റവല്യൂഷന് നേതൃത്വം നൽകിയത്, ഇന്ത്യയിലെ കാർഷിക വിപ്ലവത്തിന് വേണ്ടി രൂപരേഖ തയ്യാറാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓർക്കണം, ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഗ്രീൻ റവല്യൂഷന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ MS സ്വാമിനാഥനെ എന്ത് വിളിക്കുന്നു? ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ്. എന്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നാണ് ആര് അറിയപ്പെടുന്നത്? MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഉണ്ടായ ഉണർവ് ഇന്ത്യയിൽ ഭക്ഷ്യ ദൗർലഭ്യം കുറച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ 60കളുടെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് 65 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ ഭക്ഷ്യ പ്രതിസന്ധി, ഫുഡ് ക്രൈസിസ് രൂക്ഷമായെന്ന് പറഞ്ഞു. അതുപോലൊരു സാഹചര്യം ഇനി ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന അവസ്ഥയായി. എന്തിന്റെ ഫലമായിട്ട്? ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ, ഈ ഗ്രീൻ റവല്യൂഷൻ ഇതിന് സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ എന്തുണ്ടായിരുന്നു? ചില നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ ചോദിക്കാം. സാമ്പത്തികപരമായിട്ടുള്ള ഫലങ്ങളെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള റിസൾട്ട്സ് എന്ന് ചോദിക്കാം. അപ്പോൾ ഗ്രീൻ റവല്യൂഷന്റെ പൊളിറ്റിക്കൽ റിസൾട്ട്സ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഫലങ്ങൾ. രണ്ടാമത്തെ എന്താണ്? എക്കണോമിക് റിസൾട്ട്സ്, സാമ്പത്തിക ഫലങ്ങൾ. എങ്ങനെയാണ് സാമ്പത്തിക ഫലങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇതിന്റെ ഫലം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സാമ്പത്തിക ഫലങ്ങൾ നോക്കാം. സാമ്പത്തിക ഫലങ്ങളിൽ ഒന്നാമത്തത് ഇന്ത്യ എന്ത് കൈവരിച്ചു എന്നതാണ്? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ക്രോപ്സ്, ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്. ആഹാര സാധനങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ എന്ത് കൈവരിച്ചു? സ്വയം പര്യാപ്തത കൈവരിച്ചു. അതായത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു? നമ്മുടെ രാജ്യത്ത് തന്നെ. ഒരു രാജ്യത്തെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സ്വയം പര്യാപ്തത നമ്മൾ കൈവരിച്ചു. അതിൻ്റെ ഒരു എക്കണോമിക് റിസൾട്ട്സ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ പഠിച്ചോളണം. നമ്മൾ എന്ത് നേടിയെടുത്തു? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ആഹാര സാധനങ്ങളുടെ ഉൽപ്പാദനത്തിൽ, ഫുഡ് ക്രോപ്സിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടിയെടുത്തു. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന അവസ്ഥ വരെ എത്തി. ഒന്ന് ആലോചിച്ച് നോക്കണം പെട്ടെന്നുണ്ടായ മാറ്റം. 60കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഗോതമ്പ് അതിനു വേണ്ടി കാത്തിരുന്ന ഇന്ത്യൻ ജനത അഗ്രികൾച്ചർ റവല്യൂഷന് ശേഷം കാർഷിക വിപ്ലവത്തെ ഗ്രീൻ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീൻ റവല്യൂഷന് ശേഷം, ഹരിത വിപ്ലവത്തിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു. മെച്ചം വരുന്നത്, അധികം വന്നത് എന്ത് ചെയ്യാൻ തുടങ്ങി? നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്ത് ആവശ്യത്തിലും അധികമായിട്ട് സ്റ്റോക്ക് ചെയ്തു. അതിലും ഇനിയും മെച്ചമുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങി? മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കയറ്റി അയക്കുവാനും എക്സ്പോർട്ട് ചെയ്യുവാനും തുടങ്ങി. എന്തിൻ്റെ ഫലമാണിത്? ഇത് അഗ്രികൾച്ചർ റവല്യൂഷന്റെ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷന്റെ ഒന്നാമത്തെ ഫലമായിരുന്നു. രണ്ടാമത്തത് എന്ത് വർദ്ധിച്ചു? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു. സെക്കൻഡ് പോയിന്റ് എന്ത് ഇൻക്രീസ് ചെയ്തു?
എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ സ്ഥലത്തും കാർഷിക മേഖല ഡെവലപ്പ് ചെയ്തതോടെ ആർക്കും ജോലി ഇല്ലാതില്ല. എല്ലാവരും അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങി. ജോലിയില്ലാത്ത, തൊഴിലില്ലായ്മ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയുവാൻ തുടങ്ങി അല്ലേ. പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ലോക്കൽ ഏരിയയിൽ എന്തുണ്ടായി, ഒരു ഉണർവ് തന്നെ ഉണ്ടായി, ഒരു പുരോഗതി തന്നെ, ഒരു ഡെവലപ്മെന്റ് തന്നെ ഉണ്ടായി. കാരണം ഈ കൃഷി കൂടുതൽ ഉണ്ടായത് വില്ലേജുകളിലൊക്കെയാണ്, ഗ്രാമീണ മേഖലയിലായിരുന്നു. അപ്പോൾ ലോക്കൽ ഏരിയയിൽ എന്തുണ്ടായി, ഒരു പുതിയ ഉണർവ് തന്നെ ഉണ്ടാവുകയും ചെയ്തു. മൂന്നാമത്തത്. നാലാമത്തത്, അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. അതാണ് എടുത്തു പറയേണ്ടത്. അരിയും ഗോതമ്പുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ, ഫുഡ് ക്രോപ്സ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ക്രോപ്സ് ആയ ഗോതമ്പ് നോർത്ത് ഇന്ത്യക്കാർ കൂടുതലായിട്ടും അവരുടെ മുഖ്യ ആഹാരമായ ഗോതമ്പും സൗത്ത് ഇന്ത്യക്കാർ കൂടുതലായിട്ട് ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന റൈസും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെ സാമ്പത്തിക ഫലങ്ങളായിരുന്നു, ഗ്രീൻ റവല്യൂഷൻ്റെ സാമ്പത്തിക ഫലങ്ങൾ, എക്കണോമിക് റിസൾട്ട്സ് ആണ് ഈ പറഞ്ഞ 4. ഇനി പൊളിറ്റിക്കൽ റിസൾട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയപരമായിട്ടും വലിയ നേട്ടമുണ്ടായി, വലിയ ഫലങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു, ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ ഇന്ത്യ എന്ത് ചെയ്തു, ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു 60കളുടെ തുടക്കത്തിൽ. എന്നാൽ ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷന് ശേഷം ഇന്ത്യയുടെ അന്തസ്സ് വർദ്ധിച്ചു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വർദ്ധിച്ചു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ശിരസ്സുയർത്തി നിൽക്കുവാൻ തുടങ്ങി. കാര്യം എന്താണ്? ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ശിരസ്സുയർത്തി നിൽക്കാനുള്ള കാര്യം എന്താണ്? നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അത് വലിയൊരു നേട്ടമാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടം തന്നെയായിരുന്നു. ഓക്കെ, മറ്റൊന്ന്, അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മഹത്വവും ഇന്ത്യയുടെ അന്തസ്സും വർദ്ധിച്ചു. എല്ലാവരും ഇന്ത്യയെ പുകഴ്ത്തിക്കൊള്ളാം. ഇന്ത്യ വലിയ പുരോഗതി തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം ആഹാര സാധനങ്ങൾക്ക് വേണ്ടി കാത്ത് ഇരുന്ന ഇന്ത്യ ഇപ്പോൾ ആഹാര സാധനങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായി മാറി. വലിയ രാഷ്ട്രീയ നേട്ടം തന്നെ ഇന്ത്യക്കുണ്ടായി. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഇത് വലിയ രാഷ്ട്രീയപരമായിട്ട് ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനും കോൺഗ്രസിനും ഇത് വലിയ മൈലേജ് ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം തന്നെ ഞാൻ പറഞ്ഞു, അധികാരത്തിൽ എത്തുവാൻ വേണ്ടി അവർ ഇലക്ഷൻ പ്രചരണത്തിനായി ഉപയോഗിച്ചത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യമായിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാൻ ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷനിലൂടെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വലിയ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു മതിപ്പുണ്ടായി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനും ഇന്ദിരാഗാന്ധിക്ക് ഗ്രീൻ റവല്യൂഷൻ വലിയ സഹായകമായി. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കും വലിയ തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കുവാനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ആധിപത്യം നിലനിർത്തുവാനും കൂടുതൽ അവസരം നൽകിയത് ഏതിൻ്റെ വിജയമായിരുന്നു? ഗ്രീൻ റവല്യൂഷൻ്റെ വിജയമായിരുന്നു. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ്റെ പൊളിറ്റിക്കൽ റിസൾട്ട്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്, 2. നേരത്തെ പറഞ്ഞത് എക്കണോമിക് റിസൾട്ട്സ്. പൊളിറ്റിക്കൽ റിസൾട്ട്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഇന്ത്യയുടെ എന്ത് വർദ്ധിച്ചു? മഹത്വം വർദ്ധിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും അഭിമാനവും മഹത്വവും വർദ്ധിച്ചു. 2ാമത്, ആർക്ക് വലിയ നേട്ടമുണ്ടായി? ഇന്ദിരാഗാന്ധിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും എന്തുണ്ടായി? വലിയ തരത്തിലുള്ള നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് എന്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഗ്രീൻ റവല്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഗ്രീൻ റവല്യൂഷന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഗ്രീൻ റവല്യൂഷന് പിന്നിൽ പ്രവർത്തിച്ചത് MS സ്വാമിനാഥനായിരുന്നു. ഗ്രീൻ റവല്യൂഷന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ MS സ്വാമിനാഥനെ ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഫാദർ, പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ഡോക്ടർ MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിന് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. സാമ്പത്തികമായിട്ടും നമ്മൾ പറഞ്ഞു, ഇന്ത്യ വലിയ പുരോഗതിയിലേക്ക് എത്തുവാൻ എന്ത് സഹായകമായി? ഈ ഗ്രീൻ റവല്യൂഷൻ സഹായകമായി. ഓക്കെ, ഇനി അപ്പോൾ ഫുഡ് ക്രൈസിസ് തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ധവള വിപ്ലവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷീര വിപ്ലവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വൈറ്റ് റവല്യൂഷൻ എന്താണ്? വൈറ്റ് റവല്യൂഷൻ ഇപ്പോൾ 1960കളിലെ
കാർഷിക മേഖലയിലെ പുരോഗതി എന്ത് ചെയ്യാൻ സാധിച്ചു? കുറയ്ക്കുവാൻ സാധിച്ചു. കാർഷിക മേഖലയിലെ തകർച്ച കുറച്ച് കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ എന്തിലൂടെ സാധിച്ചു? ഗ്രീൻ റവല്യൂഷനിലൂടെ സാധിച്ചു. ഇനി 1970s എന്തുണ്ടായി? വൈറ്റ് റവല്യൂഷൻ ഉണ്ടായി. 1970s വൈറ്റ് റവല്യൂഷൻ ഉണ്ടായത്. വൈറ്റ് റവല്യൂഷൻ എന്താണ്? വൈറ്റ് റവല്യൂഷൻ ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് വർഗീസ് കുര്യനാണ്. ഓർമ്മിച്ചുകൊള്ളാം. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? വർഗീസ് കുര്യൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ക്ഷീര വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് വർഗീസ് കുര്യൻ അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഗ്രീൻ റവല്യൂഷന് ശേഷം വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വർധനമാണ്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അത് പ്രത്യേകിച്ച് ഓർമ്മിച്ചോളണം. ഇതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യനാണ്. നേരത്തെ പറഞ്ഞ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഈ വൈറ്റ് റവല്യൂഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ.